ഹായ് ഓൾ ഏവർക്കും ലിറ്റ്ഷ്യൂർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു സമയം ചെയ്യാനുള്ള പ്രധാന കാരണം നിങ്ങൾക്കറിയാം എന്ന് വിചാരിക്കുന്നു. മറ്റൊന്നുമല്ല, റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള സെറ്റ് എക്സാമിൻ്റെ റെക്ടിഫൈഡ് ആൻസർ കീ, അതായത് ഫൈനൽ ആൻസർ കീ ഇപ്പോൾ LBSൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതുപ്രകാരം കട്ട് ഓഫിലും ചേഞ്ച് വരുമോ, ഇനി വരികയാണെങ്കിൽ തന്നെ എങ്ങനെയാണ് എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മൾ ഈ ഒരു ഇപ്പോൾ സ്ലൈഡ് കാണുന്നതിന് ആ കാര്യത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ആ ഒരു ഫൈനൽ ആൻസർ കീ ഏതാണെന്ന് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഇതാണിപ്പോൾ പബ്ലിഷ് ചെയ്ത് LBSൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഫൈനൽ ആൻസർ കീ ഇന്നത്തെ ദിവസം നോക്കിയേ. അതുപ്രകാരം ഓരോ സബ്ജക്റ്റിൽ ഇപ്പോൾ അറബിക് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, ഫിസിക്സ്, അതിൽ ഏറ്റവും അധികം ക്വസ്റ്റ്യൻസിൽ മാറ്റം വന്നിരിക്കുന്നത് മാത്സ് തന്നെയാണ്. പിന്നീട് എനിക്ക് തോന്നുന്നു ഹിസ്റ്ററിയിൽ കുറച്ചധികം ഗുണം കുട്ടികൾക്കുണ്ട്, പിന്നെ ഇംഗ്ലീഷ്, മലയാളം. സോ ഇതിലാണ് പ്രധാനമായിട്ടുള്ള ചേഞ്ചസ് കുട്ടികളുടെ മാർക്കിംഗ് സിസ്റ്റം ഇല്ലെങ്കിൽ കുട്ടികളുടെ കട്ട് ഓഫിൽ മാറ്റം വരാൻ പോകുന്നത്. നമുക്കൊന്ന് ഇവിടെ എക്സാമ്പിളായിട്ട് നോക്കാം. പേപ്പർ 1ൻ്റെ കേസ് എടുത്ത് നോക്കാം. പേപ്പർ 1 അതായത് വേർഷൻ എയിൽ 5ാമത്തെ ക്വസ്റ്റ്യനും പിന്നെ 118ാമത്തെ ക്വസ്റ്റ്യനാണ്. അതായത് പ്രധാനമായിട്ട് 2 ക്വസ്റ്റ്യനിലാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. അത് വേർഷൻ ബിയിലാകുമ്പോൾ 65 മറ്റത് 58ാമത്തെ ക്വസ്റ്റ്യൻ ആവും. അപ്പോൾ അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5ാമത്തെ ക്വസ്റ്റ്യനിൽ A ആൻഡ് D എന്നൊരു ഓപ്ഷനിലേക്ക് മാറി. അതായത് പണ്ട് D മാത്രമായിരുന്നു പ്രൊവിഷനിൽ കൊടുത്തിരുന്നത്, പക്ഷെ അതിലിപ്പം A എന്ന ഓപ്ഷൻ കൊടുത്തവർക്കും കൂടി ശരി ഉത്തരമാകുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഗുണം എല്ലാവർക്കും കിട്ടുന്നില്ല. എന്നാൽ 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ 118ാമത്തെ വേർഷൻ എയിലെ അല്ലെങ്കിൽ ബിയിലെ 58ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അത് പ്രകാരം പ്രൊവിഷണൽ ആൻസർ കീ B ആയിരുന്നു, പക്ഷേ ഫൈനൽ ആൻസർ കീയിൽ വരുമ്പോൾ ആ ക്വസ്റ്റ്യനെ എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിലീഷൻ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ്, നമുക്ക് ഗുണമാണോ ദോഷമാണോ എന്ന് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷിൻ്റെ കാര്യം നോക്കാം. ഇംഗ്ലീഷിൽ നോക്കുകയാണെങ്കിൽ വേർഷൻ എയിലെ 17ഉം അതോടൊപ്പം 30ാമത്തെ ക്വസ്റ്റ്യനും വേർഷൻ ബിയിലേക്ക് വരുമ്പോൾ അതേ ക്വസ്റ്റ്യൻ 47ലും പിന്നെ 60ാമത്തെ ക്വസ്റ്റ്യനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിലും ഈ പറയപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കീ എന്ന് പറയുന്നത് ഓപ്ഷൻ എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞ ഓപ്ഷൻ ബിയിൽ നിന്ന് D ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ സെറ്റ് ഇംഗ്ലീഷ് എഴുതിയൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും, അതായത് സെറ്റ് ഇംഗ്ലീഷ് എഴുതിയ എല്ലാ കുട്ടികൾക്കും 2 മാർക്ക് എന്നല്ല 2 ക്വസ്റ്റ്യൻ്റെ ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ക്വസ്റ്റ്യൻസ് ക്യാൻസലായി പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ സെറ്റ് ഇംഗ്ലീഷിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം എന്ത് ചെയ്തു, ഇംഗ്ലീഷിന് മാത്രം പേപ്പർ 2ൽ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം പേപ്പർ 1ലും വരികയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നോക്കാനായിട്ടാണ് ഞാനിവിടെ ഈ ഒരു സ്ലൈഡ് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കിയേ 14.2 പറഞ്ഞിരിക്കുന്നത് എക്സ്ക്ലൂഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ഇവാലുവേഷൻ. സോ ഇതിൽ പ്രധാനമായിട്ടും വേണ്ട ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതായത് ദ പാനൽ ഓഫ് എക്സ്പേർട്സ് വെൻ എ ക്വസ്റ്റ്യൻ ഈസ് ഓർ ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ഇവാലുവേഷൻ ദ മാർക്ക് അലോട്ടഡ് ടു ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓർ ആർ ഓൾസോ എക്സ്ക്ലൂഡഡ് ഫ്രം ഇവാലുവേഷൻ. അതായത് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണോ ഈ ഒരു ഇവാലുവേഷൻ്റെ ഭാഗത്തുനിന്ന് ഒഴിവാക്കി, അതായത് ഇതുപോലെ ഡിലീഷൻ വന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ക്യാരി ചെയ്യുന്ന മാർക്കും എന്ത് ചെയ്യും, അതും എക്സ്ക്ലൂഡ് ചെയ്യും, അതും പുറത്താക്കും. എന്ന് വെച്ച് ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പോൾ 120 ക്വസ്റ്റ്യൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിൽ അതിൽ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാൽക്കുലേഷൻ 120-ലല്ല, പകരം 119-ലാണ്. അപ്പോൾ സെറ്റ് ഇംഗ്ലീഷ് ചെയ്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് പേപ്പർ 1ലായാലും പേപ്പർ 2ലായാലും മൊത്തം നമുക്ക് കുറഞ്ഞു കിട്ടി. അപ്പോൾ നമുക്കറിയുന്ന പോലെ 120 + 120 എന്ന് പറയുന്നത് 240 ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ പോകുന്ന സമയത്ത് 238-ലാണ് നിങ്ങളുടെ ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുക. എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക, സെറ്റിൻ്റെ കാര്യത്തിൽ സ്റ്റാറ്റിക് ആണ് കട്ട് ഓഫ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ അതിൽ ചിലർ പറഞ്ഞിട്ടുണ്ട് കട്ട് ഓഫ് കഴിഞ്ഞ പ്രാവശ്യം കുറഞ്ഞിട്ട്. അതെങ്ങനെ കുറഞ്ഞു എന്നുള്ളതാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അതായത് ഒരിക്കലും കട്ട് ഓഫ് പേഴ്സൻറ്റേജ് ഒരിക്കലും LBS മാറ്റുന്നില്ല. അത് പ്രകാരം ജനറൽ കാറ്റഗറിക്ക് 48% അഗ്രിഗേറ്റ് ആവശ്യമാണ്, OBCക്ക് 45%, SC/ST ഒക്കെ വരുമ്പോൾ 40% വരും. അപ്പോൾ ഏതിൻ്റെ മാർക്കാണ് ഈ 48 നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 238-ൻ്റെ 48% ആണ് ജനറൽ കാറ്റഗറിക്ക്. അതേസമയം 238-ൻ്റെ 45% OBCക്കും 238-ൻ്റെ 40% SC/ST അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിഫറൻ്റ് ഏബിൾഡ് കാൻഡിഡേറ്റ്സിനാണ് മാർക്ക് വരിക. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 240-ലാകുമ്പോൾ 48% പ്രകാരം 116 മാർക്ക് അല്ലെങ്കിൽ 116 മാർക്ക് ശരിയാവേണ്ടത് ഇവിടെ ആകുമ്പോൾ 114 പോയിൻറ്റ് സംതിങ്, ഏകദേശം ഒരു 2 മാർക്കിൻ്റെ ഇല്ലെങ്കിൽ ഒരു 1 പോയിൻറ്റ് സംതിങ് മാർക്കിൻ്റെ ഡിഫറൻസ് വരും.
അപ്പോൾ നിലവിൽ നിങ്ങൾ 114 മുകളിൽ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ടിൽ പ്രതീക്ഷിക്കാം. മനസ്സിലായോ? സോ ഈ രീതിയിലാണ് കട്ട് ഓഫിൽ ചേഞ്ച് വന്നിട്ടുള്ളത്. നമ്മൾ ഇതേ സമയത്ത് തന്നെ ഇത് നോക്കി, ഈ ഒരു ഇതിൽ മാത്സിൻ്റെ ഒരു ചേഞ്ചസും നോക്കി. അപ്പോൾ സെറ്റ് മാത്സ് എഴുതിയ സബ്ജക്റ്റ് എഴുതിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എത്ര ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടെന്ന് നോക്കിയേ. 1, 2, 3, 4, 5 അഞ്ചോളം ക്വസ്റ്റ്യൻസ് തന്നെ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അത് പ്ലസ് പേപ്പർ 1 എല്ലാവർക്കും കോമൺ ആയതുകൊണ്ട് അതിലൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ 6 ക്വസ്റ്റ്യൻസ് പേപ്പർ 2 ആയിട്ട് മാത്സ് എടുത്ത കുട്ടികൾക്ക് കുറയും. അപ്പോൾ നോക്കി 240 6 മാർക്ക് പോയി കഴിഞ്ഞാൽ ഇല്ലേ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ 234. ആ 234-ൻ്റെ 48% ജനറലും 45% OBCയും 40% SC/ST. അപ്പോൾ നിങ്ങളുടെ മാർക്കിൽ എത്രത്തോളമാണ് മാർക്ക് വ്യത്യാസം വരുന്നതെന്ന് നോക്കുക. സോ നിങ്ങളുടെ റിസൾട്ട് പ്രോബിലിറ്റി ഇപ്പോൾ നിങ്ങൾ പാസ്സാവോ ഇല്ലയോ എന്നുള്ള രീതിയിൽ ഈ ഒരൊറ്റ ഒരു റിസൾട്ട് ഫൈനൽ ആൻസർ കീ വെച്ച് മാത്രം നിങ്ങൾ ഇന്ന് രാത്രിയോടുകൂടി നിങ്ങൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം. എന്ന് വെച്ചാൽ ഒഫീഷ്യൽ റിസൾട്ട് ഇന്ന് വരണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ഒരു ആൻസർ കീയിൽ ഇനി ഒരു ചേഞ്ച് എന്തായാലും LBSൻ്റെ ഭാഗത്തുനിന്ന് വരില്ല. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ 48% ഈ തന്നിരിക്കുന്ന ഡിലീഷനൊക്കെ കഴിഞ്ഞ ടോട്ടൽ മാർക്കിൻ്റെ ഈ ഒരു പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാത്തിരിക്കാൻ നിങ്ങളുടെ റിസൾട്ട് പോസിറ്റീവായിരിക്കും. അതേസമയം ഈ നിലവിൽ നിങ്ങൾ അത്രയും മാർക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആ റിസൾട്ടിന് വേണ്ടി മെൻ്റലി ഒന്ന് പ്രിപ്പയർഡ് ആയിരിക്കാം. കാരണം അതിൽ അത്രത്തോളം പ്രതീക്ഷ വെക്കേണ്ട കാര്യമില്ല. പിന്നീട് ഒരു പോയിന്റുകളുടെ വ്യത്യാസമാണെങ്കിൽ പോലും അത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ആലോചിക്കുക. സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഫൈനൽ ആൻസർ കീയും അതിനെ തുടർന്ന് ടോട്ടൽ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്തുള്ള കട്ട് ഓഫിൻ്റെ ചേഞ്ച് ആണ്. കട്ട് ഓഫ് എങ്ങനെ മാറുന്നു എന്നുള്ളത് ഞാനിപ്പം പറഞ്ഞത് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കൃത്യമായ രീതിയിൽ ഇപ്പോൾ നിങ്ങൾ സെറ്റ് ഇംഗ്ലീഷ് എഴുതിയവരാണെങ്കിൽ ഈ ഒരു മാർക്ക് നോക്കുക. അപ്പോൾ ഈ ഒരു ക്വാളിഫൈങ് ചെയ്യാനുള്ള മാർക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. ഇൻ കേസ് അങ്ങനെ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. നിങ്ങൾക്ക് മുന്നിൽ ഇനിയും ഒരു സമയം ബാക്കിയുണ്ട്. കാരണം സെറ്റിൻ്റെ അനിവാര്യതയൊക്കെ ഇപ്പോൾ കൂടിക്കൊണ്ട് വരികയാണ്. പുതിയൊരു സർക്കുലർ അടക്കം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈയിടെ ഇറക്കിയിരുന്നു 2024 എഗെയിൻസ്റ്റ് ആയിട്ട്. അന്ന് ഇറക്കിയതിന് എഗെയിൻസ്റ്റ് ആയിട്ട്. സോ 2024 അന്ന് പറഞ്ഞ സെറ്റ് അത്യാവശ്യം ഇല്ലാത്തവർക്ക് പോലും ഗസ്റ്റായിട്ട് ജോലിക്ക് പോകാം. എന്നാൽ ഇവിടെ ഇപ്പോൾ പറഞ്ഞ സെറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർ മാത്രമേ ഹയർ സെക്കൻഡറി പോലുള്ള വിഭാഗങ്ങൾ, ഹയർ സെക്കൻഡറിയിൽ ടീച്ചിങ് ഗസ്റ്റായിട്ട് പോലും പഠിപ്പിക്കുന്നതിന് നിർബന്ധമായിട്ട് മാറ്റിയിട്ടുണ്ട് ഈയിടെ വന്ന സർക്കുലർ പ്രകാരം. അപ്പോൾ സെറ്റിൻ്റെ അനിവാര്യത എത്രത്തോളം പ്രാധാന്യമാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിരാശപ്പെട്ട് പോകരുത്. ഇൻ കേസ് ആ മാർക്ക് ഇല്ലെങ്കിൽ പോലും സെറ്റ് ഇംഗ്ലീഷും സെറ്റ് ജനറൽ പേപ്പർ 1ൻ്റെ കോച്ചിങ് നമ്മുടെ ലിറ്റ്യൂർ ഫാമിലിയിലൂടെ കൊടുക്കുകയാണ്. വളരെ താഴ്ന്ന ഒരു ഫീസ് നിരക്കിൽ തന്നെ 1 ഇയർ വാലിഡിറ്റിയോടുകൂടി. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിരിക്കുന്ന നമ്പർ മുഖേന ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കുക. സോ ഈ ഒരു വീഡിയോയിൽ ഇത്രയും മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.